സോ ഹേയ് ഹോൾ, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ചാൾ മുമ്പ് ഞാൻ എൻ്റെ ഒരു 10 ഫ്രണ്ട്സ് കൂടെ സ്റ്റേ അടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ട്രിപ്പല്ല, 1 ഡേ ഒരു സ്റ്റേ. അപ്പോൾ ഞങ്ങൾ 2 വണ്ടിക്കുള്ള ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പോൾ പാഞ്ചാലിമേടാണ് ഞങ്ങളുടെ റിസോർട്ട്. നേരെ അങ്ങോട്ട് പോവാണ്. പോകുന്നവരും നല്ല കോടയായിരുന്നു. രാത്രിയൊക്കെ ആയപ്പോഴത്തേനും വഴി പോലും കാണാൻ പറ്റാത്ത കോട, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഫോഗി കണ്ടീഷൻ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു. അതിന് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നിന്നിട്ട് അവന്മാരെല്ലാം ആദ്യം കയറിപ്പോയി. ഞാൻ വണ്ടി പാർക്ക് ചെയ്തിട്ട് തിരിച്ച് വരുന്നുണ്ടായിരുന്നുണ്ട്. കാരണം മുട്ടം കോട. കാരണം നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ലോ, ലൈക്ക് ഇതിപ്പോൾ ഇതിലെ വഴിയൊന്നും മനസ്സിലാവുന്നില്ല. സോ ഇപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഫസ്റ്റ് റൂം, ഇതാണ് സെക്കൻഡ് റൂം. റൂമെന്ന് പറയാൻ പറ്റില്ല, ഒരു കോട്ടേജ് മാതിരിയാണ്. അപ്പോൾ ഞങ്ങൾ 10 പേരുള്ളൂ, ഞങ്ങൾക്ക് 2 എണ്ണമായിട്ടാണ് മറ്റു തന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂമിൻ്റെ അകം. റൂമല്ല, കോട്ടേജ്. 2 കോട്ടേജും സിമിലർ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരു കോട്ടേജ് 2 റൂംസ് ഉണ്ട്, ഡൈനിങ് ഉണ്ട്, കിച്ചൺ ഉണ്ട്, പിന്നെ ഒരു ഹാളും ഉണ്ട്, പിന്നെ 2 വാഷ്റൂംസും ഉണ്ട്. അത്യാവശ്യം കൊള്ളാം. ഇനിയാണ് ഞങ്ങളുടെ മെയിൻ പരിപാടി. സാധനങ്ങളൊക്കെ റൂമിൽ വെച്ച ശേഷം, അല്ലെ കോട്ടേജ് വെച്ച ശേഷം ഞങ്ങൾ നേരെ ഇറങ്ങി നേരെ പൂളിൽ ചാടാൻ വേണ്ടി നട്ടപ്പാതയൊക്കെ എടുത്ത് പൂളിലോട്ട് എടുത്ത് ചാട്ടം. പൂള് കഴിഞ്ഞ് തിരിച്ചു വന്നു, റൂമിൽ വന്ന് പിന്നെ കൊണയടിയും കലാപരിപാടികളും ഫുഡ് കഴിക്കലൊക്കെ ആയിരുന്നു. അവിടെ റൂമിലൊക്കെ ഇരുന്ന് ബോറടിച്ച് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാം മൈൻഡ് ഇട്ട് അഞ്ചാറ് പേടുന്ന് കുട്ടിക്കാനം പോയിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് വളഞ്ഞിങ്ങാനത്ത് ചവിട്ടി, പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തു. നമ്മൾ ചായ കുടിക്കാൻ കുട്ടിക്കാനം വരെ വന്നേക്കാണ്. റൂമിൽ ഇരുന്ന് മടുത്ത് ഞങ്ങൾ ചായ കുടിക്കാൻ കുട്ടിക്കാനം വന്നേക്കുന്നത്. ചായ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ക്രേവിങ്സ് ആട്ടോ. ഇത് മധുരം ഇടണോ മധുരം ഇടണ്ടോ ഒന്നുമില്ല. സത്യം പറഞ്ഞാൽ ചായ ഇസ് എ ക്രേവിങ് ഫോർ മീ ആൻഡ് അതേഴ്സ്. സോ ഞങ്ങൾ ചായ കുടിച്ചിട്ട് ചായ എന്ന് പറഞ്ഞെങ്കിലും കാപ്പിയായിട്ട് കുടിച്ച്, പിന്നെ ഓരോ കാപ്പി കുടിച്ചിട്ട് നേരെ അവിടെ നിന്ന് ഒരു 2 ഓംലേറ്റ് ഒക്കെ അടിച്ചിട്ട് നേരെ തിരിച്ച് റൂമിലോട്ട് വന്നു. ഏതാണ്ട് സമയം 1:30 നമ്മളെ റൂമിൻ്റെ വെളിയിലാണ്. ഇത് കഴിഞ്ഞ് ഞങ്ങളൊരു 2-3 മണി വരെയൊക്കെ ഞങ്ങളിങ്ങനെ ഉറങ്ങാതെ ചില്ലോട്ടൊക്കെ ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ 9 കിടന്ന് ഉറങ്ങി. സോ ഇതാണ് ഡേ 1. അപ്പോൾ ഡേ 2 നെക്സ്റ്റ് ഒരു പാർട്ടായിട്ടിടാം. സോ ബൈ.